നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ല കലോത്സവം സമാപിക്കുമ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ സെയിന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പള്ളുരുത്തി STPY സെന്റ് സെബാസ്റ്റ്യൻസ് എന്നീ സ്കൂളുകളാണ് മുന്നിൽ. റേഷൻ സബ്സിഡി ബാങ്ക് വഴി നൽകാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും റേഷൻ സാധനങ്ങൾ ഡോർ ഡെലിവറി നടത്താൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികൾ കൊച്ചി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തോപ്പുംപടി BOT പാലത്തിന് കിഴക്കുവശം UP പാലത്തിലേക്ക് പോകുന്ന റോഡിന് പടിഞ്ഞാറ് വശം നിലകൊള്ളുന്ന കണ്ടൽ മരങ്ങൾ JCB ഉപയോഗിച്ച് പിഴുതുമാറ്റി. വാർത്തകൾ വിശദമായി. മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ല കലോത്സവം സമാപിക്കുമ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ സെയിന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പള്ളുരുത്തി STPY സെന്റ് സെബാസ്റ്റ്യൻസ് എന്നീ സ്കൂളുകളുമാണ് മുന്നിൽ. മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിൽ 5 മത്സരങ്ങളുടെ ഫലം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫോർട്ട് കൊച്ചി സെന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ 151 പോയിന്റുകൾ നേടി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. 148 പോയിന്റുകളുമായി ഫോർട്ട് കൊച്ചി ഫാത്തിമ ഗേൾസ് സ്കൂൾ തൊട്ടടുത്തുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 145 പോയിന്റുകൾ നേടിയ SDPY സ്കൂളും 144 പോയിന്റുകൾ നേടിയ ഫോർട്ട് കൊച്ചി എഡ്വേർഡ് മെമ്മോറിയൽ സ്കൂളും തമ്മിലാണ് ഓവറോൾ ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരം നടക്കുന്നത്. UP ജനറൽ വിഭാഗത്തിൽ 76 പോയിന്റുകൾ നേടി ഫോർട്ട് കൊച്ചി ഫാത്തിമ ഗേൾസ് സ്കൂൾ അട്ടിമറിയോടെ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. 72 പോയിന്റുകൾ നേടിയ സെന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ തൊട്ടുമുന്നിലുണ്ട്. LP ജനറൽ വിഭാഗത്തിൽ ഒരു മത്സരഫലം ബാക്കി നിൽക്കെ ഫോർട്ട് കൊച്ചി സെന്റ് മേരീസ് 51 പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. 49 പോയിന്റുകൾ നേടി സെന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ തൊട്ടടുത്തുണ്ട്. UP സംസ്കൃതോത്സവത്തിൽ 79 പോയിന്റുകൾ നേടിയ മട്ടാഞ്ചേരി സരസ്വതി വിദ്യാമന്ദിർ ഓവറോൾ കിരീടത്തിന് അർഹമായി. ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിൽ മട്ടാഞ്ചേരി TD സ്കൂൾ കിരീടം നേടി. LP വിഭാഗം അറബി കലോത്സവത്തിൽ 43 പോയിന്റ് നേടിയ പനയപ്പള്ളി LP സ്കൂളിലാണ് കിരീടം. UP അറബി കലോത്സവത്തിൽ 65 പോയിന്റുകൾ നേടി പനയപ്പള്ളി MMO VHS കിരീടം നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ ആസിയാബായ് സ്കൂളും കിരീടം നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ മട്ടാഞ്ചേരി ആസിയാബായ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും കിരീടം നേടി. തൊഴിലും ജീവനും രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഡിസംബർ 8-ാം തീയതി കൊച്ചി അഴിമുഖത്ത് മത്സ്യത്തൊഴിലാളികൾ മത്സ്യക്കടൽ തീർക്കുമെന്ന് ഫിഷറീസ് കോർഡിനേറ്റർ കമ്മിറ്റി ചെയർമാൻ S. ശർമ്മ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സുരക്ഷയുടെ പേരിൽ മത്സ്യത്തൊഴിലാളികളെ അവരുടെ തൊഴിലിടങ്ങളിൽ നിന്നും അടിച്ചോടിക്കാനുള്ള ശ്രമം ചെറുത്തു തോൽപ്പിക്കുമെന്ന് S. ശർമ്മ MLA പറഞ്ഞു. വെണ്ടുരുത്തി പാലം മുതൽ കൊച്ചി അഴിമുഖം വരെയുള്ള 7.5 കിലോമീറ്റർ കായലിൽ ഇപ്പോൾ അപ്രഖ്യാപിത നിരോധനമാണ് നിലനിൽക്കുന്നതെന്നും ശർമ്മ പറഞ്ഞു. LNG ടെർമിനലിന് സമീപവും കണ്ടെയ്നർ ടെർമിനലിന് സമീപവും നിരോധനം ഇല്ലെന്നാണ് നേവി വിശദീകരിക്കുന്നതെങ്കിലും ഈ പ്രദേശം നോൺ ഫിഷറീസ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേവി സംസ്ഥാന സർക്കാർ നൽകിയ കത്ത് പിൻവലിക്കണമെന്നും ശർമ്മ ആവശ്യപ്പെട്ടു. 8-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ഫോർട്ട് കൊച്ചി അഴിമുഖത്ത് വള്ളങ്ങളും ബോട്ടുകളും കേന്ദ്രീകരിക്കുമെന്നും ശർമ്മ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളായ ചാൾസ് ജോർജ്, കുമ്പളം രാജപ്പൻ, KR പുഷ്പാകരൻ, CK ഗോപാലകൃഷ്ണൻ, AK മുസ്തഫ, NJ ആന്റണി എന്നിവരും പങ്കെടുത്തു. നോൺ ഫിഷിംഗ് സോൺ ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യണം, കണക്കാക്കണം. ഒരു നിശ്ചിത 4 ചതുരശ്ര കിലോമീറ്റർ വ്യാസാർത്ഥം എന്ന് വന്നാൽ ഈ മേഖലയിലുള്ള മത്സ്യബന്ധനം ആ മേഖല മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കുന്ന മേഖലയല്ല, നിരോധനമില്ല. പക്ഷെ മീൻ പിടിക്കാൻ പാടില്ല, മത്സ്യം പിടിക്കാൻ പാടില്ല എന്നതിലേക്ക് വരും. നിരോധനമില്ല, നിരോധനം എന്നുള്ള നിലക്ക് വരെയില്ല. ഇപ്പോൾ തന്നെ ഒരു ഗവൺമെന്റും ഒരു അതോറിറ്റിയും ഒരു ഏജൻസിയും ഒരു സ്ഥാപനവും ആവശ്യപ്പെടുകയോ ഡിക്ലെയർ ചെയ്യുകയോ ചെയ്യാതെ തന്നെ ഈ വെണ്ടുരുത്തി പാലം മുതൽ തേവര വരെയുള്ള 7 കിലോമീറ്റർ ദൂരത്തിൽ ഫോർട്ട് കൊച്ചി 1-ാം ഡിവിഷനുകളിലെ പ്രധാന റോഡുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാർണിവലിന് മുമ്പ് ഫോർട്ട് കൊച്ചിയിലെ പ്രധാന റോഡുകൾ നന്നാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ആന്റണി കുര്യത്തരുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകരും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ചേർന്ന് ഫോർട്ട് കൊച്ചി PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഫോർട്ട് കൊച്ചി വെളി മുതൽ കമാലക്കടവ് വരെ നീളുന്ന KB ജേക്കബ് റോഡ് പുനർനിർമ്മിക്കുക, ഫോർട്ട് കൊച്ചിയിലെ ചർച്ച് റോഡ് കുഴിയടക്കുന്നതിനോടൊപ്പം ടാറിംഗ് പൂർണ്ണമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. അഡ്വക്കേറ്റ് ആന്റണി കുര്യത്തറ, VT ആന്റണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൗൺസിലറുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകരും റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികളും PWD ഓഫീസ് മുറിയിൽ കയറിയെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊന്നും ഓഫീസിൽ ഇല്ലാതിരുന്നതിനെ തുടർന്ന് നിവേദനം ഓഫീസ് ജീവനക്കാരെ ഏൽപ്പിച്ച് ഡിവിഷൻ കമ്മിറ്റി ഭാരവാഹികൾ മടങ്ങി. നമുക്കറിയാം, ഫോർട്ട് കൊച്ചി കമാലക്കടവ് മുതൽ ഫോർട്ട് കൊച്ചി വെളി വരെയുള്ള റോഡിന്റെ ശോചനാവസ്ഥ, PWD എടുത്തേക്കുന്ന റോഡിന്റെ ശോചനാവസ്ഥ വളരെ സങ്കടകരമാണ്. കാൽനടക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്.
ആ ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് ഈ സമരവുമായി അയൽക്കൂട്ടങ്ങളും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ഇവിടുത്തെ മറ്റ് ഐസ്ക്രീം തൊഴിലാളികളും ബീച്ചിലെ വർക്കേഴ്സും അങ്ങനെ എല്ലാവരും കൂടി ഒരു സമരം നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. നിങ്ങൾക്കറിയാം, PWD ഉദ്യോഗസ്ഥന്മാരെ കെടുകാര്യസ്ഥ, റോഡുകൾ പണി ഇപ്പോൾ നടക്കും എന്ന് പറഞ്ഞ് മാസങ്ങളും വർഷങ്ങളുമായിട്ട് റോഡുകൾ പണി ഇതുവരെ നടക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഫോർട്ട് കൊച്ചി ചർച്ച് റോഡ് ടൂറിസം വകുപ്പിന്റെ കീഴിൽപ്പെടുത്തിക്കൊണ്ട് ഫോർട്ട് കൊച്ചിയിലെ ചർച്ച് റേഷൻ സബ്സിഡി ബാങ്ക് വഴി നൽകാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും റേഷൻ സാധനങ്ങൾ ഡോർ ഡെലിവറി നടത്താൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികൾ കൊച്ചി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. കൊച്ചി റേഷൻ ഡീലേഴ്സ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KK ഇസഹാക്ക് ധർണ ഉദ്ഘാടനം ചെയ്തു. MT ജോർജ് അധ്യക്ഷനായി. KV രഘു, KP ഡൊമിനിക് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് കേരളത്തിലെ മുഴുവൻ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുമ്പിലും അതുപോലെ തന്നെ ഇന്ന് കേരളത്തിലെ 14,000-ലധികം വരുന്ന റേഷൻ വ്യാപാരികളും കടയടച്ച് ഇന്നൊരു സൂചനാ പണിമുടക്ക് നടത്തുകയാണ്. ആ സൂചനാ പണിമുടക്കിൻ്റെ വ്യക്തമായ കാരണങ്ങൾ എല്ലാം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കാരണം ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്ന കേരളത്തിൽ ആ മുഴുവൻ ജനങ്ങൾക്കും അരിയും മറ്റു റേഷൻ സാധനങ്ങളും വിതരണത്തിനെത്തിക്കുന്ന റേഷൻ വ്യാപാരികൾ. തോപ്പുമടി BOT പാലത്തിന് കിഴക്കുവശം UP പാലത്തിലേക്ക് പോകുന്ന റോഡിന് പടിഞ്ഞാറ് വശം നിലകൊള്ളുന്ന കണ്ടൽ കാടുകൾ JCB ഉപയോഗിച്ച് പിഴുതുമാറ്റി. ഈ പ്രദേശത്തെ കുറ്റിക്കാടുകൾ വെട്ടിമാറ്റുന്നതിന്റെ ഭാഗമായാണ് കണ്ടൽ മരങ്ങളും പിഴുതുമാറ്റിയത്. പ്രദേശത്തിന്റെ പരിസ്ഥിതിക്കും മത്സ്യങ്ങളുടെ ആവാസത്തിനും ഏറെ പ്രയോജനം ചെയ്യുന്നവയാണ് കണ്ടൽ മരങ്ങൾ. ഭൂമിയുടെ ജീവകോശങ്ങളെന്ന് ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്ന കണ്ടൽ മരങ്ങൾ വെട്ടുന്നത് നിയമവിരുദ്ധമാണെന്നിരിക്കെയാണ് കൊച്ചിൻ പോർട്ട് അധികാരികൾ കണ്ടൽ മരങ്ങൾ വെട്ടിനീക്കുന്നത്. തീരദേശത്തെ ലത്തീൻ കത്തോലിക്കരുടെ പ്രാചീന കലാരൂപമായ ചവിട്ടുനാടകം ഇതാദ്യമായി സ്കൂൾ കലോത്സവ വേദിയിൽ മത്സരിക്കാനെത്തി. ചവിട്ടുനാടക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഫാദർ ജോസഫ് വലിയ വീട്ടിൽ അടക്കമുള്ളവരുടെ നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് ചവിട്ടുനാടകത്തെ മത്സര ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയത്. നടന്മാർ തന്നെ പാടി ചുവടുവെച്ച് കളിക്കുന്ന കലാരൂപമാണ് ചവിട്ടുനാടകമെങ്കിലും പാട്ടും ബാൻഡ് വാദ്യവും റെക്കോർഡ് ചെയ്താണ് ചവിട്ടുനാടകം ആദ്യമായി കലോത്സവ വേദിയിൽ അവതരിപ്പിച്ചത്. 20 മിനിറ്റാണ് ഓരോ നാടകത്തിന്റെയും ദൈർഘ്യം. 2 ദിവസം കൊണ്ടാണ് പഴയ കാലത്ത് ഒരു ചവിട്ടുനാടകം രംഗത്ത് അവതരിപ്പിച്ച് പൂർത്തിയാക്കിയിരുന്നത്. ഇപ്പോൾ 20 മിനിറ്റ് കൊണ്ട് ഒരു നാടകം അവതരിപ്പിക്കുമ്പോൾ നാടകത്തിന്റെ ചുവടുകൾ പോലും വിസ്തരിക്കാൻ കഴിയുന്നില്ലെന്ന് ചവിട്ടുനാടകത്തിന്റെ ആശാനായ ബ്രിട്ടോ വിൻസെന്റ് പറഞ്ഞു. കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് സ്കൂൾ അവതരിപ്പിച്ച ജൂലിയറ്റ് സീസർ എന്ന നാടകമാണ് കലോത്സവ വേദിയിൽ ആദ്യമായി അവതരിപ്പിച്ചത്. മട്ടാഞ്ചേരി ഉപജില്ലാ കലോത്സവ വേദിയിൽ ആദ്യമായി ചവിട്ടുനാടകം അവതരിപ്പിച്ചതിന്റെ ചരിത്രം കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് സ്കൂളിന്റെ പേരിലാവും രേഖപ്പെടുത്തുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം സമാപിക്കുമ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ സെയിന്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പള്ളുരുത്തി STBY സെന്റ് സെബാസ്റ്റ്യൻസ് എന്നീ സ്കൂളുകളാണ് മുന്നിൽ. റേഷൻ സബ്സിഡി ബാങ്ക് വഴി നൽകാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും റേഷൻ സാധനങ്ങൾ ഡോർ ഡെലിവറി നടത്താൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികൾ കൊച്ചി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തോപ്പുമടി BOT പാലത്തിന് കിഴക്കുവശം UP പാലത്തിലേക്ക് പോകുന്ന റോഡിന് പടിഞ്ഞാറ് വശം നിലകൊള്ളുന്ന കണ്ടൽ മരങ്ങൾ JCB ഉപയോഗിച്ച് പിഴുതുമാറ്റി. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.